ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ വെൽക്കം ടു ലക്ഷ്മി ട്രാവൽ വ്ളോഗ്സ്. നട്ടുച്ച സമയത്ത് ഇറങ്ങി പോവുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന്. നട്ടുച്ച കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ ഏകദേശം ഭയങ്കര വെയിലാണ്. 2:15 ഞാൻ 2:30 എത്താമെന്നാണ് പറഞ്ഞത്. ഇവിടെ അടുത്താണ് കമലേശ്വരം, ആ ഭാഗത്ത് ഒരു ക്ലൗഡ് കിച്ചണിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ നോമ്പ് സമയമൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് നോമ്പ് വിഭവങ്ങൾ കാണാനായിട്ട്, അതായത് സ്നാക്സ്, ധാരാളം സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു ക്ലൗഡ് കിച്ചൺ. അവർക്ക് ചെറിയൊരു കടയുമുണ്ട്. വൈകുന്നേരം തൊട്ട് അവിടെ വൈകുന്നേരം 3:30-4 മണിയാകുമ്പോൾ തൊട്ട് അവിടെ ഭയങ്കര തിരക്കാവും. എന്തായാലും മേക്കിങ്ങിൻ്റെ കുറച്ചെങ്കിലുമൊക്കെ കാണാമല്ലോ, അപ്പോൾ ആ ആക്ടിവിറ്റീസ് എല്ലാം കാണാം. അപ്പോൾ നോമ്പ് തുറ വിഭവങ്ങൾ കാണാനായിട്ടുള്ള ചെറിയ ഇവിടെ തന്നെയാണ് അല്ലേ ക്ലൗഡ് കിച്ചൺ? ഓക്കെ, ഇവിടെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ പ്രൊഡക്ഷൻ? ഇല്ല ഇല്ല, അത് നമുക്കിത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, പ്രൊഡക്ഷൻ. ഓക്കെ, ദിസ് ഇസ് ദ ക്ലൗഡ് കിച്ചൺ. ഷഫീഖ്, ഇദ്ദേഹമാണ് എൻ്റെ ഓണർ കംപ്ലീറ്റ്. ഇത് കുറേ വർഷമായോ? 15 വർഷമായിട്ട് ഈ ഇങ്ങനെ ക്ലൗഡ് കിച്ചൺ ആയിട്ട് നമ്മുടെ മുസ്ലിം കല്യാണത്തിന് 3-ാം ദിവസം വിരുന്നെന്ന് പറഞ്ഞ സംഭവം, അതിന് കുറച്ച് വെറൈറ്റി അതുകൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് വന്നതാണ്. 25 കൊല്ലത്തോളം കോഴിക്കോടായിരുന്നു. അപ്പൊ കോഴിക്കോട് പലഹാരങ്ങളെല്ലാം വളരെ, നോർത്ത് കേരള പലഹാരങ്ങളെല്ലാം വളരെ പരിചിതം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഭാഗത്തൊക്കെയുള്ള എല്ലാ മുസ്ലിം കല്യാണങ്ങൾക്കും ഉള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി സപ്ലൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഒത്തൻറ്റിക് സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോമ്പ് സമയമായതുകൊണ്ട് അത് ഭയങ്കര ബിസിനസ്സാണ് അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും വേണമല്ലോ നോമ്പ് പലഹാരം. ഓക്കെ, കയറി നോക്കാം അല്ലേ? ഇത് വൈഫാണ്, പുള്ളിക്കാരിയും കൂടി ഉണ്ട്. മെയിൻ ഷെഫ്. ഓക്കെ, ഷീസ് ദ ഷെഫ്. അതായത് പിന്നെ എഞ്ചിനീയറാണ്. ഇപ്പോൾ വർക്ക് വിട്ടോ? ഇല്ല, നിർത്തിയിട്ട് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് ഫുൾ ടൈം ഇതൊരു പാഷൻ കൊണ്ട് കുക്കിങ്ങിലേക്ക് ഇറങ്ങി. അടിപൊളി. ഇവിടുത്തെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തായിരുന്നു അന്ന് കൊടുത്തയച്ച, അത് ഭയങ്കര നല്ലായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. ഉണ്ടാക്കി തീരാറായോ? ഞാൻ വന്നപ്പോൾ ലേറ്റ് ആയോ അല്ലേ? ചേട്ടൻ്റെ വൈഫ്. ഓക്കെ, എന്താ പേര്? ഭീമ. ഓക്കെ, അപ്പം എല്ലാവരും ഉണ്ട് അപ്പോൾ ചുരുക്കം അല്ലേ? ഫാമിലി, കുടുംബം റൺ ചെയ്യുന്നതാണ്. ഓക്കെ, ഏകദേശമൊക്കെ ആയി തോന്നുന്നു അല്ലേ? പലഹാരങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയോ? കടയിൽ കൊടുത്തു വിട്ടു തുടങ്ങിയോ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇപ്പം ഇനി എന്തൊക്കെ ഉണ്ട് നമുക്കൊന്ന് കാണുകയും ചെയ്യാമല്ലോ. മിൽക്ക് ഫ്രൈ. ഓക്കെ, എലാഞ്ചി മിൽക്ക് ഫ്രൈ. ഓക്കെ, എഗ് ബോക്സ്. ഓക്കെ, എല്ലാം സെറ്റ് അല്ലേ? ഇവിടുന്ന് കാര്യങ്ങളൊക്കെ കുറേ പോയി കഴിഞ്ഞിട്ടോ, ലാർജ് സ്കെയിലാണല്ലോ ഒന്നിച്ചപ്പോൾ. ലാസ്റ്റ് മിനിറ്റ് അവിടെ 3:30 ആകുമ്പോൾ ആൾക്കാർ വരുമോ? 4 മണിയോടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാ പലഹാരങ്ങളും നിരത്തി വെച്ചിരിക്കുന്ന കാണാം. അപ്പോൾ ഇപ്പോൾ 2-3 കാര്യങ്ങൾ കാണാം. ഓക്കെ, കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അതായത് മിൽക്ക് ഫ്രൈ ആണ്. മിൽക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ട് ഓൾറെഡി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്, കോട്ടിങ് എല്ലാം കൊടുത്തിട്ട്. ഇതിലിപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? പാല്, മിൽക്ക് പൗഡർ എല്ലാം കൂടി കുറുക്കി സെറ്റ് ചെയ്യും. അപ്പോൾ എന്നിട്ട് ഇനി കട്ട് ചെയ്യും. തണുപ്പിക്കുമോ? ഫ്രിഡ്ജിൽ വെച്ചിട്ട്. എന്നിട്ട് ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ടാണ്, അല്ല മൈദയിൽ ഇതുപോലെ ആകും ഫൈനൽ സ്റ്റേജ്. ദിസ് ഇസ് ദ മിൽക്ക് ഫ്രൈഡ് മിൽക്കാണ്. ഓക്കെ, മിൽക്ക് ഫ്രൈ. അതായത് ഇത് ഇങ്ങനെ ആക്കി എടുക്കുന്നത് പാല്, കോൺഫ്ലവർ, മിൽക്ക് പൗഡർ എല്ലാം കൂടി ചേർന്ന്, പഞ്ചസാര ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നു, കട്ട് ചെയ്യുന്നു. മുട്ട വൈറ്റിലല്ല, ഇതിങ്ങനെ ലൂസായിട്ട് മൈദ മിക്സ് ചെയ്തിട്ട്, മൈദയാണോ കോൺഫ്ലവർ ആണോ? കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് വറുത്തെടുക്കും, അല്ല ഡീപ് ഫ്രൈ ചെയ്യും. അപ്പോൾ ഇനി ഇത് കട്ട് ചെയ്തോളൂ. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് വലിപ്പമുണ്ടല്ലേ ശബ്ദത്തിൽ? നല്ല സൈസിലുള്ളത് തന്നെയാണ് മിൽക്ക് ഫ്രൈ. ഇത് നല്ല ഡിമാൻഡ് അല്ലേ? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓ, വെരി ഗുഡ്. മിൽക്ക് ഫ്രൈ, കാരറ്റ് പോളെ, ഇത് രണ്ട് കൊണ്ടുവന്നത്. എത്രത്തോളം ഐറ്റംസ് ഉണ്ട് നിങ്ങളുടെ ഈ ഒരു? 22 ഐറ്റംസ്. ഇപ്പൊ എല്ലാം വൈകുന്നേരം മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഓരോ ദിവസം ഓരോ ചേഞ്ചസ് ഉണ്ട്. എങ്കിലും ഒരു ദിവസം വൈകുന്നേരം ഒരു 15 ഐറ്റം എന്തായാലും മിനിമം ഉണ്ടോ? ഒരു 15 പലഹാരങ്ങൾ ഒരു 4 മണിയോടുകൂടി. മേജർ മലബാർ നാടനുണ്ട്, പഴംപൊരിയുണ്ട്, കായ് ബജി, അതുകൊണ്ട് അല്ലാണ്ട് മലബാർ സ്നാക്സ് വേറെ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഫ്രൈഡ് മിൽക്ക്. മതി. ഓ, മതി.
ഇത് മുക്കി ജസ്റ്റ് ഒരെണ്ണം 2-3 അങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, ഇതിപ്പോൾ കോൺഫ്ലോർ ലൂസായിട്ട് എടുത്തിരിക്കുന്ന ഒരു സ്ലറിയിൽ റൊട്ടിപ്പൊടി, ബ്രെഡ് ക്രംസ്, ഇനി എണ്ണയിൽ വറുത്ത് വരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ സ്നാക്സ് മാത്രമേ ഉള്ളൂ ക്ലൗഡ് കിച്ചണിൽ, സ്നാക്ക് ഐറ്റംസ്. മെയിൻ ഫുഡില്ല, അത് വേറെ സ്ഥലത്താണ്. അതുണ്ട്, അത് ബിരിയാണി അങ്ങനത്തെ കാര്യങ്ങൾ. മെസ്ബാൻ എന്നാണ് ഇവരുടെ ഈ ഒരു യൂണിറ്റിൻ്റെ, ഈ ക്ലൗഡ് കിച്ചൻ്റെ പേര്. അവരുടെ തന്നെ കേറ്ററിംഗ് യൂണിറ്റും മെസ്ബാൻ തന്നെയാണ്. അപ്പോൾ പക്ഷേ ഇതൊരു ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നു. കാര്യം ഇതൊരു വീടാണ്, വീട് തന്നെ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ റൂംസും ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത്, ക്ലൗഡ് കിച്ചന് വേണ്ടിയിട്ട്. അത് പലഹാരങ്ങൾ മാത്രമാണ് മെസ്ബാൻ. അടിപൊളി. മെസ്ബാൻ കേറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സ് ആണ് ഇവരുടെ. ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഹോസ്റ്റ് ചെയ്യുക, അതായത് ഒരു ഹോസ്പിറ്റാലിറ്റിയുടെ ഇതാണ്, ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, മെസ്ബാൻ. അപ്പോൾ ഇത് കൊള്ളാം പരിപാടി. പിന്നെ ഇവരുടെ കേറ്ററിംഗ് യൂണിറ്റ് നടക്കുന്ന കംപ്ലീറ്റ് വേറൊരു ബിൽഡിങ്ങിലാണ്. അപ്പോൾ ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നമ്മൾ വീട്ടിലുണ്ടാക്കണ പോലെ തന്നെയാണ് അല്ലേ എല്ലാം. ഓ നൈസ്. എണ്ണ ചൂടായതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ചെറുതായി ചൂടായാൽ മതിയോ? ഓക്കെ, ഓക്കെ. അപ്പൊ ഈ വറുക്കുന്നതും ഒക്കെ ഈ അടുപ്പുകളിൽ തന്നെയാണോ സാധനം? വെളിയിലായിരിക്കും, അത് പുറത്തുണ്ട്, ഏർപ്പാടുണ്ട്. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ വീടുകളിലെ കിച്ചൺ പോലെ തന്നെയാണ്. പക്ഷെ ഗ്യാസ് രണ്ട് സെറ്റ് ഉണ്ട് അല്ലേ? 2 ഗ്യാസ്. അപ്പോൾ ഒരേ സമയം 2 ചട്ടിയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഇതിലാണ് ഏതൊക്കെ പലഹാരങ്ങൾ ഈ മുറി ചെയ്യുന്നത്? അതല്ല. ഓക്കെ. പുറത്ത് മറ്റേ ഒരു എക്സ്റ്റൻഡ് കിച്ചണിൽ വലിയ അടുപ്പുണ്ട്, അവിടെ വലിയ പാത്രത്തിൽ കാര്യം അത് കുറച്ച് കൂടുതൽ ഒന്നിച്ചിട്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും സൗകര്യമുണ്ട്. ഇത് അങ്ങോട്ടും ഉണ്ട് അല്ലേ, ഇഷ്ടംപോലെ സ്ഥലം, വെരി സ്പേഷ്യസ്, നൈസ്. ഇതിങ്ങനെയാണ് വർക്കൽസ് നടക്കുന്നത്. അതായത് ഇവിടെ കൂടുതലും ലേഡി സ്റ്റാഫാണ് കൂടുതലുള്ള, വൈഫാണല്ലോ ഇവിടുത്തെ മെയിൻ ഷെഫ്. ഓക്കെ, അപ്പോൾ കുറേ ലേഡി സ്റ്റാഫാണ് എല്ലാവരും ഒരു കുടുംബം പോലെ ഹാപ്പി ആയിട്ട് അല്ലേ, ഗംഭീരമായിട്ട് ഇവരെല്ലാം മലബാർ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ട്രിവാൻഡ്രത്തും നമ്മുടെ മലബാർ വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നിങ്ങളുടെ. അപ്പോൾ മലബാറിലുള്ള ആൾക്കാർക്ക് സന്തോഷിക്കാം, കാര്യം നിങ്ങളുടെ ഭക്ഷണം അത്രയും നല്ലതായതുകൊണ്ടാണ് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവർക്കും അവിടെ വരാൻ പറ്റില്ലല്ലോ അല്ലേ, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോടൊന്നും പറ്റില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ഇവർ തലശ്ശേരി ബിരിയാണിയും സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രൈഡ് മിൽക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ അടുപ്പിൽ ഏലാഞ്ചി ഉണ്ടാക്കാൻ പോകും. ഏലാഞ്ചിയും മറ്റൊരു പലഹാരമാണ്. അത് തിൻ പാൻ കേക്ക്സ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഫില്ലിങ് വയ്ക്കുന്നതാണ്. ഇതാണ് ബാറ്റർ. ബാറ്റർ എന്ന് പറയുമ്പോൾ ഇതിൽ മൈദയുണ്ട്, പിന്നെ മുട്ടയുണ്ട്, ഉപ്പ്, കുറച്ച് ഓക്കെ. ഇനി അതിനകത്ത് ഫില്ല് ചെയ്യാനുള്ളതാണ്. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്ക ചേർക്കില്ലേ? ഏലക്ക, പഞ്ചസാരയിൽ എല്ലാം കൂടി ഉള്ളൊരു പണ്ടം. ഇതാണ് അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? ഹസീന. ഈ ഹസീനയാണ് ഇതിൻ്റെ. ഹസീനയുടെ മുഖം കാണട്ടെ. അയ്യോ, മുഖം കാണട്ടെ. ദിസ് ഇസ് ഹസീന. ഹസീന ഈ ഇത് ഭയങ്കര എക്സ്പേർട്ടാണെന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു? വിജി ആണ് നമ്മുടെ ആദ്യത്തെ ഫ്രൈഡ് മിൽക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാറി മാറി ചെയ്ത് കാണിക്കുവാണ് ഓരോ വിഭവങ്ങൾ. ഒരു കറി ബാറ്റർ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കും. അപ്പോൾ തിന്നായിട്ട് വരും പാൻ കേക്ക്സ്. ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എത്രയാണ്? എത്ര മാവിന് എത്ര മുട്ട ചേർക്കുന്നത്? നമ്മുടെ മിക്സിയുടെ അത്ര മതി അല്ലേ? ഓക്കെ. അതിൻ്റെ മുകളിൽ ഇച്ചിരി നെയ്യ് തടവും. ഓക്കെ, ഇവിടെ ഫ്രൈഡ് കേക്ക് റെഡി അല്ലേ? ഓക്കെ, ഫ്രൈഡ് കേക്ക്. ആഹാ, അത് ചൂട്. പ്ലേറ്റിലും കുറച്ച് നെയ്യ് തടവും. അത് 1 സൈഡാണ് അല്ലേ? അപ്പോൾ ഓക്കെ, ഒരു സൈഡാണ്, അതായത് തിരിച്ചിടേണ്ട ആവശ്യമില്ല. എടുത്തിട്ട് അമഴ്ത്തിയിട്ടു. അതാണ് അടിയിലും കൂടി ആ താഴ്ഭാഗത്തും കൂടി നെയ്യ് തടവിയിട്ടുണ്ട്. അകത്ത് പണ്ടം നിറയ്ക്കുന്നു, തേങ്ങാ, പഞ്ചസാര, പിന്നെന്താ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഷുഗർ, നെയ്യ് ആൻഡ് ഏത്തപ്പഴം എല്ലാം ഫ്രൈ ചെയ്തിട്ടുണ്ട് നെയ്യിൽ. ഏലാഞ്ചി റോളല്ലേ ചെയ്യണേ? ഏലാഞ്ചി അല്ലേ? യെസ്, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ദാറ്റ് ഇസ് ദി ഏലാഞ്ചി. ചൂടായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. സോ ദിസ് ഇസ് ദി ഫ്രൈഡ് മിൽക്ക്. കാണിച്ചതാ, വളരെ സോഫ്റ്റ്. തരിക്കഞ്ഞി ഉണ്ടോ? ഓക്കെ. ഉണ്ടോ ഇവിടെ?
തരിക്കഞ്ഞി കഴിക്കാം. എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് ഈ മലബാർ വിഭവങ്ങളൊക്കെ, ചെറുകടികളെല്ലാം പൊതുവെ ഇഷ്ടമാണ്. ഇതൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. അടിപൊളി ആണല്ലേ. ഓക്കെ, ഗംഭീരം, സോഫ്റ്റ്, മെൽറ്റിങ് ഇൻ മൈ മൗത്ത്. നല്ല കറക്റ്റ് മധുരവും. തരിക്കഞ്ഞി ഇതാ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. ഇത് റവയിലാണോ? ഓക്കെ. ഇത് റവ വെച്ചിട്ടുള്ള തരിക്കഞ്ഞി. അപ്പം നോമ്പ് തുറക്കുന്ന സമയത്താണ് ഇത് തുടങ്ങുന്നത്. ആദ്യം എന്താ പറയുക, ഡേറ്റ്സ് എന്തെങ്കിലും ചെറുതായിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് പാനീയം, അത് കഴിഞ്ഞിട്ട് കഞ്ഞി. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കഞ്ഞി ഉണ്ടാക്കി വെക്കുമോ കടയിൽ? സ്ഥിരം ഉണ്ടാവും. ഓക്കെ. വേറെ മാറി മാറി ജീരകക്കഞ്ഞി അങ്ങനെയാണ് ഇല്ല, എന്നും തരിക്കഞ്ഞിയാണ്. ഓക്കെ, കുറച്ച് മതിയേ. ഓക്കെ. ഇനി അവിടെ പോയി ഇനി പലഹാരങ്ങൾ കഴിക്കാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു. മതി മതി മതി. അങ്ങനെ ചൂട് തരിക്കഞ്ഞി, ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ചൂടാണ്. ആഹാ, അടിപൊളി, നല്ല രസം. ഒരു പായസം കുടിക്കുന്നവരുണ്ട്, അത്ര ടേസ്റ്റ്. റവ വെച്ചിട്ടുള്ള തരിക്കഞ്ഞി. ഇവരുടെ ഷോപ്പിലേക്ക് ഞാൻ പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ്. ഇത് ഓർഡർ ചെയ്താലും കിട്ടും അല്ലേ കടയിൽ നിന്ന്? എങ്ങനെ, സ്വിഗ്ഗിയൊക്കെ ഉണ്ടോ? അല്ല, വിളിച്ച് പറയണം അല്ലേ? അത് ഞാൻ കൊടുക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇവരുടെ മൊബൈൽ നമ്പർ. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഓർഡേഴ്സൊക്കെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു നോമ്പ് സീസണിലെ ഇതുപോലെ പലഹാരങ്ങൾ ഇതൊക്കെ അതിനും സെപ്പറേറ്റ് ഓർഡർ ചെയ്തെടുക്കണോ അതോ ആ കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചോ? വേണം, നേരത്തെ വിളിച്ച് പറയണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ നമ്പർ കിട്ടിയാലല്ലേ പറ്റുള്ളൂ. കട ഇതിൻ്റെ തൊട്ടടുത്തല്ലേ? ഓക്കെ. ഇവിടുത്തെ എഗ് പഫ്സ് ആണ്. ഇത് മൈദയുടെ കൂട്ടാണ്, സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ. ഓക്കെ, എണ്ണയും കൂടി ഒഴിച്ചിട്ട് അത് ആദ്യം ഒന്ന് പരത്തുന്നു. വളരെ തിന്നായിട്ട് പരത്തണം. പിന്നെ ഇത് എന്താണ് ഈ പണ്ടം? അതായത് ചിക്കൻ്റെ കൂടെ ഇതുണ്ട്. ചിക്കനും സവാളയും. ക്യാബേജ് ഉണ്ടോ? ഇല്ല, ചിക്കൻ, സവാള, ഇഞ്ചി, പച്ചമുളക് വഴറ്റിയത്. ഓക്കെ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഉണ്ട്, ഗരം മസാല, പിന്നെ ഒരു മുട്ടയുടെ പകുതി. അതിൽ കുരുമുളക് വെച്ച് തട്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നത്. യെസ്, ഇതാണ് മിക്സ്. ഇനി ഇതിൽ മുട്ടയിൽ മുക്കി, മുട്ടയുടെ വൈറ്റിൽ മുക്കും. അല്ലല്ല, ഇത് മൈദ. ഇനി ഇത് കോൺഫ്ലവറിൽ മുക്കും അല്ലേ? കോൺഫ്ലവറിൻ്റെ ഒരു സ്ലറി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു തിന്നായിട്ട്. അതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് അല്ലേ, എന്നിട്ട് വറുത്ത് പൊതിഞ്ഞു. ഇതാണ് സിമ്പിൾ. ഇതാണ് ലൂസായിട്ട് കോൺഫ്ലവർ കലക്കിയതിൽ മുക്കിയിട്ട് അതപ്പോൾ പിടുത്തം കിട്ടും, പൊട്ടിപ്പോകുന്നുമില്ല, ഭയങ്കര കറക്റ്റായിട്ട് കവർ ചെയ്ത് കിട്ടും. റൊട്ടിപ്പൊടിയിലും കൂടി റോൾ ചെയ്തെടുക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മുട്ട പഫ്സ്. ഇത് ഇറച്ചിപ്പത്തിരിയുടെ നിറച്ച് ഫില്ലിംഗ് ആണ് അകത്ത്. ഈ സെയിം പോലെ തന്നെ മാവ് അല്ലേ, പക്ഷെ പരത്തലും നല്ല ഖനം കുറച്ച് പരത്തി ഒരു രണ്ടായിട്ട് മുറിക്കും റൗണ്ടിനെ. എന്നിട്ട് ഇങ്ങനെ ഒരു കോണിക്കൽ ഷേപ്പ് ആക്കും. അകത്ത് ഫില്ലിങ്, സൈഡ്സൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഇത് നിറയെ. ഇത് ചിക്കൻ്റെ തന്നെ കേട്ടോ, ചിക്കൻ്റെ ഇറച്ചിപ്പത്തിരി. വെജ് സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ. എഗ് പഫ്സ് എന്നാ പറഞ്ഞത്, പക്ഷേ എഗ് ബോക്സ് എന്നാണ് കേട്ടോ ശരിക്കുള്ള പേര്. എഗ് ബോക്സ്. ഇതെല്ലാം ഇത്ര എണ്ണം ഇങ്ങനെ അതുപോലെ സെയിം മെത്തേഡാണ്. എഗ് ബോക്സിന് ഇത് വറുക്കുന്നതും കൂടി കാണാം. എഗ് ബോക്സ് എല്ലാം വറുക്കുന്നു. അപ്പം അതിനകത്ത് മുട്ടയും ഉണ്ട്, ചിക്കനും ഉണ്ട്. ഹേലാഞ്ചി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുറേ ഉണ്ടാക്കി കടയിലേക്ക് പോയി കഴിഞ്ഞു. ഇത് നമ്മൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അതെ, നിറയെ കൊണ്ടുപോകണം. നിറയെ കുറേ തേങ്ങ എല്ലാം ഉണ്ട്, പഴം. അത് ചൂട് ഇപ്പം ഹോട്ട്. അത് ഈ കവറിങ് എന്ന് പറഞ്ഞാൽ പാൻ കേക്ക് സോ സോഫ്റ്റ്. ഉള്ളിലുള്ള കാര്യങ്ങൾ നല്ല ടേസ്റ്റ്, പ്ലസ് ആ നെയ്യുടെ സ്വാദമൊക്കെ വരുന്നുണ്ട്. ഒരടുപ്പിൽ എഗ് ബോക്സ് ഇസ് ഗെറ്റിംഗ് റെഡി. ഇപ്പോഴത്തെ ഏലാഞ്ചി രക്ഷയില്ലാത്ത സ്വാദം കേട്ടോ. എല്ലാത്തിനും വെരി ഒത്തൻറ്റിക്, നല്ല ട്രഡീഷണൽ രീതിയിൽ തന്നെ ചെയ്യുന്നു, പെർഫെക്റ്റായിട്ട്. അങ്ങനെ ഇതാണ് എഗ് ബോക്സ്. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ എടുത്തു തുടങ്ങി. യെസ്, ഇറ്റ്സ് ടു ഹോട്ട്. ഇപ്പോൾ ചൂടായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്. ഇത് കാണുന്നുണ്ടല്ലോ, മീറ്റ് ഉണ്ട്. ദാറ്റ് ഇസ്
ചിക്കനോ ഹാഫ് ചിക്കൻ ആൻഡ് ഹാഫ് മുട്ട. ദിസ് ദ കോമ്പിനേഷൻ. ചൂടാ. അങ്ങനെ എണ്ണ കുടിക്കലോ അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ. എല്ലാം പെർഫെക്റ്റ്ലി ഇതാണ്. നമ്മൾ വീട്ടിലെങ്ങനെയാണ് ഉണ്ടാക്കുക, വീട്ടമ്മമാർ വീട്ടിലുണ്ടാക്കുന്ന അതേ മെത്തേഡ്. കാര്യം വീട്ടമ്മയാണ് ഇതിൻ്റെ പിന്നിൽ. പിന്നെ കുറേ ലേഡീസാണല്ലോ ബാക്കിയെല്ലാം. ക്രസ്റ്റൊക്കെ കറക്റ്റ് തിന്നായിട്ട് ആവശ്യത്തിനുള്ള കട്ടിയുള്ളൂ. ഗംഭീരം. അതുപോലെ അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു തലശ്ശേരിയിലോ? ഓക്കെ ഓക്കെ, മനസ്സിലായി. അങ്ങനെ തലശ്ശേരിക്കാരായിരുന്നു. കാലിക്കറ്റിലായിരുന്നു ഒരു 25 ഇയേഴ്സ്. അപ്പോൾ ആ ഭാഗത്തെല്ലാം കാണാപ്പാടമാണ്. ഇതൊരെണ്ണം കഴിച്ചാൽ തന്നെ വേറെ അറിയും. ഓക്കെ, ദിസ് ഇസ് എഗ് ബോക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മലബാർ പലഹാരങ്ങളൊക്കെ വേണമെങ്കിൽ നേരത്തെ വിളിച്ച് പറയണം, കൂടുതൽ വേണമെങ്കിൽ. അല്ലെങ്കിൽ കടയിൽ വന്നാൽ മതി. ഒരു 4 മണി 3:30 മണിക്ക് വന്നു കഴിഞ്ഞാൽ 3:30 ആകുമ്പോൾ അവിടെ സെറ്റാവും. ചില്ലി ചിക്കൻ സമോസ. ഓഹോ, അതൊരു പുതിയ കോൺസെപ്റ്റാണല്ലോ. ചില്ലി. ഇത് ഭയങ്കര ചൂട്. ഇത് വറുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ തോന്നുന്നു. ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് നോക്കിയേ. വാവ്, എൻ്റെ അമ്മയെ ഭയങ്കര ചൂട്. ഇത് ചില്ലി ചിക്കനാണ് അകത്തെ ഫില്ലിങ്. ചില്ലി ചിക്കൻ സമൂസ. വാവ്, നൈസ്. ഓ, നല്ല കരുകരിപ്പ്. വെരി നൈസ്. ഇത് ഇവിടുത്തെ ബട്ടർഫ്ലൈ ഷ്രിംസ് ആണ്, കൊഞ്ച് വെച്ചിട്ടുള്ള ക്രിസ്പി. ആൻഡ് ദിസ് ഈസ് ചിക്കൻ കട്ട്ലേറ്റ്. ഇതെല്ലാം ഇവിടുത്തെ ചൂടായിട്ട് വറുത്തോണ്ടിരിക്കുകയാണ്. കടയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ബട്ടർഫ്ലൈ ഷ്രിംസ്. ചൂട് ക്രിസ്പി. ഇതെല്ലാം കടയിലുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നോമ്പൊക്കെ നന്നായിട്ട് നടക്കട്ടെ എല്ലാവരുടെയും. ഓക്കെ, സന്തോഷം. താങ്ക് യു. ഇനിയും വരാം. ഓക്കെ, ശരി. അപ്പോൾ ഇവരെല്ലാം നോമ്പെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നോമ്പെടുക്കുന്ന എല്ലാ സഹോദരന്മാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് ഞാൻ ഈ എപ്പിസോഡ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കടയിലേക്ക് പോവാം. ഒരു 3:30-4 മണി ആകാറായി. ഇനിയിപ്പോൾ അവിടെ തിരക്ക് തുടങ്ങുന്നതിന് മുന്നേ എത്തണം എന്നാണ് ആഗ്രഹം. ഇന്ന് 6:30 ആകുമ്പോഴാണോ നോമ്പിൻ്റെ? 6:30-ക്കാണ് നോമ്പ് തുറക്കുന്ന സമയം. അപ്പോൾ അതിന് മുന്നേ ഇതെല്ലാം മതി. പോവാം അല്ലേ അങ്ങോട്ട്? ഓക്കെ, ശരി. മെസ്ബാൻ ഇഫ്താർ ഫെസ്റ്റ്. ഇത് മണക്കാട് ജംഗ്ഷനിലാണ് കേട്ടോ. അയ്യോ, തിരക്ക് പിടിച്ച സ്ഥലം. മണക്കാട് ജംഗ്ഷൻ അല്ലേ ഇത്? മഹാറാണി ജംഗ്ഷൻ എന്ന് പറയും, അടുത്ത സ്റ്റോപ്പ്. ഓ, ഇത് ഭയങ്കര തിരക്കാണ് കേട്ടോ. കടയുടെ പേര് ഇവിടെ വണ്ടയ്ക്കൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ലൈവ് കൗണ്ടർ വേറെ തുടങ്ങുമ്പോൾ തന്നെ നാടൻ ഐറ്റംസിന്. അത് ഉള്ളിവട, പഴംപൊരി, പിന്നെ അതെന്തായിരുന്നു? നഗറ്റ്സ് ഉണ്ടോ? ചിക്കൻ നഗറ്റ്സ് ആണോ? ഓ, ചിക്കൻ നഗറ്റ്സ്. പിന്നെ പല ടൈപ്പ് ഓഫ് ബജീസ്, കായ് ബജി, മുളക് ബജി. ഇതെല്ലാം ഹോട്ട് അപ്പോൾ കണ്ടുകൊണ്ട് വാങ്ങിക്കാം. അതൊരു സൈഡിൽ കൂടി നടക്കുന്നു. ഫ്രണ്ടിൽ ഇത് ഇവിടെ കംപ്ലീറ്റ് ഇഫ്താർ സ്പെഷ്യൽ പലഹാരങ്ങൾ. നമ്മൾ ക്ലൗഡ് കിച്ചണിൽ കണ്ട കുറേ കാര്യങ്ങൾ കണ്ടു, കുറച്ച് കാര്യങ്ങൾ കണ്ടു. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നു കഴിഞ്ഞു. ചിക്കൻ റോൾ എല്ലാം ഹോട്ടായിട്ട് തന്നെ സൂക്ഷിക്കുന്നു. ചിക്കൻ റോള് ഇത് ഒരെണ്ണം 35 റുപ്പീസ്. എല്ലാത്തിനും വില എഴുതിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ ത്രെഡ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് വളരെ പോപ്പുലർ ആണല്ലോ. 55 ഫോർ 1. ഇതിൽ റേറ്റ് ഇട്ടിട്ടില്ല അല്ലേ? ഇതെന്താ സംഭവം? ചപ്പാത്തിക്കകത്ത് വെച്ചിട്ടുള്ള റോള്. ഓക്കെ, ഇത് ചിക്കൻ സമോസ. ക്രിസ്പി. മണക്കാട് ജംഗ്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ജംഗ്ഷനാണിത്. അതായത് മഹാറാണി ജംഗ്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, കണ്ടുപിടിക്കാൻ ഒരുപാടില്ല. HS സ്ക്വയർ എന്നാണ് ബിൽഡിങ്ങിൻ്റെ പേര്. മെസ്ബാൻ എന്നാണ് ദ ടേസ്റ്റ് ഓഫ് മലബാർ. ഇവിടെ ഇപ്പോൾ ഇഫ്താർ ഫെസ്റ്റ് നടക്കുകയാണല്ലോ. ഓക്കെ, ഇത് 50 റുപ്പീസ് പെർ പീസ്. ചപ്പാത്തി റോളാണ് ഇത്. സമോസ പറഞ്ഞു. ഇത് ഇറച്ചിപ്പത്തിരി, കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ് 20 റുപ്പീസ്. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇതൊക്കെ നമ്മുടെ എഗ് ബോക്സിന് എത്ര വാങ്ങിക്കുന്നത്? 25 റുപ്പീസ് ഉള്ളു. ഇത് കണ്ടോ, ചില്ലി ചിക്കൻ സമോസ 26 റുപ്പീസ്. ഇതെന്താ സംഭവം? സ്പ്രിംഗ് റോൾ. ഓക്കെ, ചെറുത്. ഇത് കൊഞ്ചിൻ്റെ ബട്ടർഫ്ലൈ കൊഞ്ച് പൊരിച്ചത്. മറ്റേ പിന്നെ വെജ് കട്ട്ലറ്റ് പഴം നിറച്ചത് 35 റുപ്പീസ്. പഴം നിറച്ചത്. പിന്നെ ഇവിടെ കഞ്ഞി, ഏലാഞ്ചി നമ്മൾ കണ്ടുവല്ലോ, 30 റുപ്പീസ്. ഉന്നക്കായ അഗൈൻ
35 അല്ലേ? അല്ല 25. 25 ഓക്കെ. എണ്ണക്കായ 25. പിന്നെ ഇത് അതെ നോക്കൂ ചിക്കൻ ചട്ടിപ്പത്തിരി. ചട്ടിപ്പത്തിരി ഫുള്ളായിട്ട് വാങ്ങണമെങ്കിൽ 580 രൂപ, കട്ട് ചെയ്ത് വാങ്ങണമെങ്കിൽ 50 രൂപ. കലത്തപ്പം, കിണ്ണത്തപ്പം, ക്യാരറ്റ് പോള, കായ്പോള, ശർക്കര കിണ്ണത്തപ്പം, അയ്യോ എല്ലാം ഉണ്ടല്ലോ, അടിപൊളി. ഇത് കഞ്ഞി, തരിക്കഞ്ഞി. ഇതെങ്ങനെയാ ഒരു ബോക്സ് എത്ര? 50 രൂപ തരിക്കഞ്ഞി ഒരു കണ്ടെയ്നറിന്. അപ്പോൾ ഇതിങ്ങനെ ചൂടായിട്ട് ഇവിടെ ഇപ്പോൾ ഇഫ്താർ ഫെസ്റ്റ് പോലെ ഇവരിവിടെ നടത്താണ് മെസ്ബാൻ. പിന്നെ നേരത്തെ പറയുകയാണെങ്കിൽ തലേ ദിവസമൊക്കെ വിളിച്ച് പറഞ്ഞാൽ എത്ര ഓർഡേഴ്സ് അനുസരിച്ചിട്ട് അവർ ചെയ്തു കൊടുക്കും. നമുക്ക് ശരിക്കും ഓർഡർ ചെയ്യാൻ തോന്നുന്ന ഒരു സ്ഥലമാണ്. കാരണം അത്രയ്ക്ക് ഹോംലി ഫുഡാണ്, ഒത്തൻറ്റിക് ആയിട്ട്. നമ്മളിപ്പോൾ തലശ്ശേരി കണ്ണൂരൊക്കെ പോയി കഴിച്ചാൽ എങ്ങനെയാണ് അതേ ഒരു ഫീല് നമുക്കിവിടെ കിട്ടും. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് നമ്മൾ കണ്ടില്ലേ, അവിടെ നിന്ന് കഴിക്കുകയും ചെയ്തു കുറേയൊക്കെ. കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. ഇത് കുറച്ച് വാങ്ങിച്ചിട്ട് പോവാണ് വീട്ടിലേക്ക്. നമ്മുടെ അരിക്കുട്ടി പുടുമോൾ ചോദിച്ചിട്ട് നല്ല ചൂട് സ്നാക്സ്. ഞാൻ കഞ്ഞി വരെ മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക്. വൈകുന്നേരം ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാനേ പൊതിയൊക്കെ ആയിട്ട് കാറിൽ കയറിയാണ്, എന്നിട്ട് വീണ്ടും ഇറങ്ങി. കാരണം ഇവിടെ അടുത്തൊരു സർബത്ത് കടയുണ്ട്, ഒരു പഴയ കടയാണ്, വെരി ഓൾഡ് ഷോപ്പ്. ഈ കടയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യത്തെ കുലുക്കി സർബത്ത് ഇവിടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ പഴക്കം ചെന്നൊരു സർബത്ത് കട. അത് എത്ര വർഷമായിട്ടുണ്ടാവും? 16 വർഷമായിട്ടുണ്ട്. ആദ്യത്തെ കുലുക്കി സർബത്ത് നിങ്ങളൊക്കെ അല്ലേ? ആണോ? ഓക്കെ. അത് കഴിഞ്ഞാണ് ഇഷ്ടം പോലെ ആയത് ഈ ഭാഗത്തല്ലേ, മണക്കാട് സൈഡും മറ്റേ അട്ടക്കുളങ്ങര ഭാഗത്തും എല്ലാം. ട്രിവാൻഡ്രത്ത് മൊത്തമുള്ള സർബത്തുകളൊക്കെ പിന്നീടാണ് വന്നത്. ഇതാണ് ഫസ്റ്റ് സർബത്ത്, കുലുക്കി സർബത്ത് ആൻഡ് പാൽ സർബത്ത്. ഇപ്പം എന്താ തരാനുള്ളത്? ഒരു കുലിക്ക് തരുമോ? കുലിക്ക് സർബത്ത്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ അടുത്ത് വന്ന സ്ഥിതിക്കല്ലേ, നമ്മുടെ കടയുടെ 2 കട ഇപ്പുറത്തെ. ഇത് മകനാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ ആ കടയുടെ ഓണറുടെ. അമ്മയെ നമ്മൾ കണ്ടു, അച്ഛനെ കണ്ടത്. ഇത് മൂത്ത മോന്, അദ്ദേഹം PG ചെയ്യാണ്, ഡെൻ്റൽ പണ്ട് അറിയാം. അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സർബത്ത് കടയുണ്ട്, വെരി ഓൾഡ് വൺ, ഒന്ന് കഴിച്ച് നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇവരുടെ തന്നെ പ്രൊഡക്ഷനാണ് ഈ നന്നാരി സിറപ്പ്, അതായത് ഇവിടുത്തെ സർബത്ത് ഉണ്ടാക്കുന്ന കുപ്പി. ഇത് കൊടുക്കാനും കൂടെയാണോ വാങ്ങിച്ചത് അല്ലേ? എന്താ വില? 80 റുപ്പീസ്. ഒന്നും ചേർക്കില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സിറപ്പാണിത്. ഇദ്ദേഹം ഉണ്ടാക്കുന്നതാണ്. നോ കളർ, ആഡഡ് കളർ, നത്തിങ്. നാരങ്ങാനീര്, കസ്കസ്. ഇഞ്ചി ഉണ്ടോ? പുതിന, ഉടംകൊല്ലി മുളകും കൂടി ഇട്ട് തിളപ്പിച്ച പഞ്ചസാര കാച്ചി എടുത്താണ്. ഓക്കെ. പഞ്ചസാര കാച്ചിയതിൽ ഉടംകൊല്ലി മുളകും പുതിനയും പിന്നെ ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഒഴിച്ചിരിക്കുന്നത്. അല്ലാണ്ട് വേറെ കളേഴ്സ് അങ്ങനെ ഒന്നുമില്ല. അതേ കുറച്ച് ഐസ് എടുത്തു, കുതിർന്ന കസ്കസ്, നാരങ്ങ നീര്. കുലുക്കി കഴിഞ്ഞു. യെസ്, താങ്ക് യു. നല്ല പുതുമയുള്ള, നല്ല എന്താ പറയുക, ഫ്രഷ്, ഗംഭീരം. നല്ല ഇഞ്ചിയുടെയും കാന്താരിയുടെയും ഒക്കെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ടു ഗുഡ്. ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? എത്ര മണിക്കത്? തിരക്കായിരുന്നു. ഇപ്പോൾ ഭാഗ്യമായി ഞാനിപ്പോൾ വന്നത്. ഇപ്പോൾ തിരക്കൊഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്താണ്. അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ലക്ഷകളിയായിട്ട് നിന്ന് കുടിക്കാനോ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനോ പറ്റില്ലായിരുന്നു. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അനി. അദ്ദേഹത്തിൻ്റെ പേര് അനി. ഓക്കെ. 20 രൂപയുള്ളൂ കേട്ടോ കഴിച്ചതല്ലേ? എന്ത് കുറവ്? 20 റുപ്പീസ് ഉള്ളു. എക്സലൻറ്റ്. അപ്പോൾ ഈ കട കറക്റ്റ് പറഞ്ഞാൽ മഹാറാണി ജംഗ്ഷനിൽ തന്നെയാണ്. ഇതിങ്ങോട്ട് പോകുന്നത് ഗംഗാനഗർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ബലവാൻ നഗർ ഇങ്ങനെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അകത്തേക്ക് ഫസ്റ്റ് ടേണിങ് ഇരിക്കുന്ന ആദ്യത്തെ കട. കടയ്ക്ക് പേരില്ല, വെരി ഓൾഡ് ഷോപ്പ്. 16 വർഷമായിട്ട്. പിന്നെ നല്ല തിരക്കാണ്, കൂടുതൽ കുറച്ചുകൂടെ താമസിച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ടൈം, വലിയ അടിപൊളി. അപ്പം ഞാനിങ്ങനെ ഇഫ്താറിൻ്റെ പലഹാരങ്ങളൊക്കെ കഴിച്ചു. നോമ്പ് തുറ പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് വയറ് നിറഞ്ഞ ആ കടയുടെ 2 കട ഇപ്പുറത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ജംഗ്ഷനാണ്, ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി.
അപ്പോൾ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഗംഭീരമായ ഭക്ഷണം, പാനീയം എല്ലാം കുടിച്ച് വയറ് നിറഞ്ഞു. ഇനി നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ട്രാവൽ വ്ളോഗ്സ്. അടുത്ത വീഡിയോയിൽ കാണാം.